തൃശൂര് കുരിയച്ചിറയില് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധിക കഴിഞ്ഞ ദിവസം വീട്ടിനകത്ത് ആക്രമിക്കപ്പെട്ടു. കുർബാന കഴിഞ്ഞ് പള്ളിയില് നിന്ന് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു സംഭവം. മുന് വശത്തെ വാതില് അടച്ചിട്ടിരുന്നില്ല. ഈ സമയം അകത്തു കയറിയ യുവാവ് അടിച്ചു വീഴ്ത്തിയ ശേഷം മാല തട്ടിയെടുത്ത് കൂടുതല് പണം ആവശ്യപ്പെട്ട് ഭീഷണി മുഴക്കി. വീട് മുഴുവന് പണം തിരഞ്ഞ് നിരാശനായപ്പോള് യുവാവ് മടങ്ങി. വയോധികയുടെ മുന് വശത്തെ ഒരു പല്ല് കൊഴിഞ്ഞു. വിവരമറിഞ്ഞ് നെടുപുഴ SI കെ സതീഷ് കുമാറും സംഘവും പാഞ്ഞെത്തി വയോധികയോട് കാര്യങ്ങള് ചോദിച്ചു. ഇതര സംസ്ഥാനക്കാരാണോ എന്ന് ആദ്യ ചോദ്യം. ഇല്ല സാറേ, അവന് നല്ല മലയാളിയാണ്. പച്ചമലയാളത്തിലാ കാശ് ചോദിച്ചേ. ചെറിയ പയ്യനാണ്. പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു, പ്രൊഫഷണല് മോഷ്ടാവല്ല. ആദ്യമായിട്ടാകണം കുറ്റകൃത്യം ചെയ്യുന്നത്. പ്രൊഫഷണല് മോഷ്ടാവാണെങ്കില് വകവരുത്തിയ ശേഷമേ പോകാറുള്ളൂ. CIT പോലീസ് കമ്മീഷണർ GH യതീഷ് ഉടനെ നെടുപുഴ പോലീസുമായി കാര്യങ്ങള് വിലയിരുത്തി. പട്ടാപകല് വീട്ടിനകത്ത് കയറിയുള്ള അക്രമം ജനങ്ങൾക്കിടയില് ഭീതി സൃഷ്ടിച്ചിരുന്നു. പോലീസ് വിവിധ സംഘങ്ങളായി തിരഞ്ഞ് അന്വേഷണം തുടങ്ങി. നെടുപുഴ പോലീസ് സ്റ്റേഷന് പരിധിയില് ഒരു പ്രത്യേകതയുണ്ട്. പോലീസും വ്യാപാരികളും കൈകോർത്ത് നിരവധി ക്യാമറകള് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കോർപ്പറേഷന് കൗൺസിലറുടെ ഫണ്ടില് നിന്ന് പലയിടങ്ങളിലും പോലീസിനു വേണ്ടി വഴിയില് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്യാമറ ദൃശ്യങ്ങള് പരിശോധിച്ചു. സംഭവ സമയത്തെ ദൃശ്യങ്ങളില് ഒരു യുവാവ് ഓടി വരുന്നതും ബൈക്കില് കയറുന്നതും പോലീസ് ശ്രദ്ധിച്ചു. പിന്നെ ബൈക്കുമായി യുവാവ് പാഞ്ഞു. ഏകദേശം 3 കിലോമീറ്ററോളം നിരവധി ക്യാമറകള് യുവാവിനെ പിന്നെ തുടർന്നു. ബൈക്കിന്റെ നമ്പര് തെളിഞ്ഞു കണ്ടു. പിന്നെ പണി എളുപ്പമായി. ബൈക്കിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. പിന്നാലെ പൊക്കി. തൃശൂര് തല്ലോര് സ്വദേശിയായ ബിജോയിസ്റ്റിനായിരുന്നു ആ മോഷ്ടാവ്. 19 വയസ്സ്. ബൈക്ക് വാങ്ങാന് അലമുറയിട്ടപ്പോള് അച്ഛന് ചിട്ടിപ്പണം കൊടുത്തു. 10,000 രൂപ. ബാക്കി തുക വായ്പയെടുത്ത് ബൈക്ക് വാങ്ങി. 1.25 ലക്ഷം രൂപയുടെ ആഡംബര ബൈക്ക്. 6,000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ട വായ്പ. ITI പഠനം പാതിവഴിയില് മുടങ്ങിയപ്പോള് ചെറുകിട ജോലികൾക്ക് പോകാമെന്നായിരുന്നു വാഗ്ദാനം. ജോലിക്ക് പോകാതെ അടിച്ചു പൊളിച്ചു നടന്നു. വായ്പ മുടങ്ങി. ബൈക്ക് ബാങ്കുകാര് കൊണ്ടുപോകുന്ന അവസ്ഥയായി. അപ്പോള് തലയിലുദിച്ച ആശയമായിരുന്നു പിടിച്ചുപറി. തൃശൂര് കുരിയച്ചിറയിലെ ലസ്സിക്കടയില് ഇടയ്ക്കിടെ വരുമായിരുന്നു ഈ യുവാവ്. കടയുടെ കെട്ടിടത്തില് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കെട്ടിട ഉടമ കൂടിയായ വയോധികയ്ക്ക് വാടകയിനത്തില് നല്ലൊരു തുക കിട്ടുന്നതായി പലവഴിക്ക് അറിഞ്ഞു. അങ്ങനെയാണ് വയോധികയെ ആക്രമിക്കാന് പദ്ധതിയിട്ടത്. വയോധികയുടെ മക്കള് പലയിടത്തായാണ് താമസം. 82-ാം വയസ്സിലും ഒറ്റയ്ക്ക് താമസിക്കാന് തക്ക ആരോഗ്യവുമുണ്ട്. കൂടുതല് പണം വീട്ടില് സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന കണക്കുകൂട്ടല് തെറ്റിയെന്ന് മാത്രം. തലേന്ന വാടകയിനത്തില് കിട്ടിയ തുക ബാങ്കില് നിക്ഷേപിച്ചിരുന്നു. തട്ടിയെടുത്ത മാല ഒല്ലൂരിലെ ധനകാര്യ സ്ഥാപനത്തില് പണയപ്പെടുത്തി. 21,000 രൂപയാണ് ലഭിച്ചത്. പഴയ ഫോണ് 5,000 രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് പുതിയ ഫോണ് വാങ്ങി. ബാക്കി തുക കൊണ്ട് ബൈക്ക് നന്നാക്കാനും തീരുമാനിച്ചു. ഇതിനിടെയാണ് പോലീസ് പിന്നാലെ എത്തുന്നതും പിടിയിലാകുന്നതും. ബൈക്കില് പാഞ്ഞു നടക്കാനും വനിതാ സുഹൃത്തിനൊപ്പം ചുറ്റിക്കറങ്ങാനും പണം വേണമായിരുന്നു. ജോലിക്ക് പോയി അധ്വാനിച്ച് പണം കണ്ടെത്തുന്നതിന് പകരം എളുപ്പ വഴിയില് പണമുണ്ടാക്കാന് ഇറങ്ങിത്തിരിച്ചതാണ് ഈ യുവാവിന്റെ ജീവിതത്തില് കരിനിഴല് വീഴ്ത്തിയത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.